എംപവർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മൂക്കട ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ അടങ്ങുന്ന വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുടുംബാംഗങ്ങളെ ആദരിക്കലും നടന്നു. പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ സാൻസ്ക്രിറ്റ് MA ആണെന്ന് പറഞ്ഞപ്പോൾ കുറെ കൂടെ കൗതുകം തോന്നി. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ, അതും വേദാന്തത്തിൽ, സംസ്കൃതത്തിൻ്റെ വേദാന്ത ബ്രാഞ്ചിൽ MA പാസ്സായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം LLBക്ക് ചേർന്നു തൃശ്ശൂർ ലോ കോളേജിൽ. മുഹമ്മദ് ഫൈസി ഓണംപള്ളി. ഇന്ന് അദ്ദേഹം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപള്ളിയാണ്. ഇടയ്ക്ക് തലക്കെട്ടൊക്കെ കെട്ടി തൃശ്ശൂർ കോടതിയിൽ അവിടെ ഒരു അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച ഇമാമായിട്ട് കുതുബ പറയുന്നുണ്ട്. ആ കോളേജിൻ്റെ, അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇത് കൂടാതെ തൃശ്ശൂർ കോടതിയിൽ കോട്ടുമിട്ട് ഈ വെള്ള തലപ്പാവും കെട്ടിപ്പോകുന്ന മുഹമ്മദ് ഫൈസി ഓണംപള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വലിയ അപ്രീസിയേഷൻ തോന്നി. അങ്ങനെ ഞാൻ ജഡ്ജായിരിക്കുമ്പോൾ ഒരു വർഷം ഞങ്ങളുടെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഈ ക്രിസ്മസ് ആഘോഷം, ഈദ് സംഗമം എന്നൊക്കെ പറഞ്ഞ് നടത്തും. അപ്പോൾ ഒരു വർഷം ഈദ് സംഗമത്തിന്, ഈദ് ചെറിയ പെരുന്നാളിൻ്റെ ഒരു ഈദ് സംഗമ ആഘോഷം സംഘടിപ്പിക്കുന്നതിന് അസോസിയേഷൻ ഭാരവാഹികൾ എന്നോട് ചോദിച്ചു ഒരു നല്ല സന്ദേശം. അപ്പോൾ ഒരു വർഷം എന്നെയാണ് ഒരു സന്ദേശത്തിന് വിളിച്ചത്. ഞാനൊരു പ്രശ്നം, വീണ്ടും അടുത്ത വർഷം ഞാൻ ഈദ് സന്ദേശം കൊടുക്കുന്നത് അല്ലെങ്കിൽ റംസാൻ സന്ദേശം കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇവർ വന്ന് എന്നോട് ചോദിച്ചു, ആരെങ്കിലും ഒരു നല്ല ആള്, ഒരു ഈദ് സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ. ഞാൻ പറഞ്ഞു ഞാൻ ഒരാളെ തരാമെന്ന് പറഞ്ഞ് ഞാൻ മുഹമ്മദ് ഫൈസി ഓണംപള്ളിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഫൈസി ഓണംപള്ളി, അപ്പോൾ ജഡ്ജിമാർ 10-30 ഹൈക്കോടതി ജഡ്ജിമാർ, സീനിയർ അഭിഭാഷകർ, ജൂനിയർ അഭിഭാഷക ഗുമസ്തർ, കോടതി സ്റ്റാഫ്, വലിയ ഹൈക്കോടതിയുടെ വലിയ ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ് ഒരു 10,500 ആൾ കൂടിയിരിക്കുന്ന സദസ്സാണ്. അപ്പോൾ യോഗം തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്താറായി, യോഗം തുടങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു യോഗം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ യോഗം തുടങ്ങി. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ടിട്ട് ഒരു വെള്ള തലക്കെട്ടും കിട്ടി ഒരു കുഞ്ഞു മൗലിയാർ കയറി വരികയാണ്. അപ്പോൾ പലരുടെയും മുഖം ചുളിഞ്ഞു. ഹൈക്കോടതിയിൽ ഇത്രയും വലിയൊരു സദസ്സിൽ ഏതാ ഒരു കൊച്ചു മുസ്ലിയാരെ സംസാരിക്കാൻ വിളിക്കുന്നത്, അത് മോശമായി പോയല്ലോ എന്നൊക്കെ ഉള്ളൊരു മട്ടന് ഇങ്ങനെ ഒരു ചെറിയ മുറുമുറുപ്പും ഒരു നെറ്റി ചുളിക്കലും ഒക്കെ ഉണ്ടായി. ഇദ്ദേഹം വന്നിട്ട് അതിഗംഭീരമായി ഒരു 3/4 മണിക്കൂർ ഈദ് സന്ദേശം, ഈ പറഞ്ഞതുപോലെ സംസ്കൃത വേദാന്തങ്ങളും വ്യാകരണങ്ങളും ഒക്കെ എടുത്ത് പ്രതിപാദിച്ചുകൊണ്ട് അതിമനോഹരമായി സംസാരിച്ചു. എല്ലാവരും വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തു അദ്ദേഹത്തെയും, അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്ത എന്നെയും ഒക്കെ ആളുകൾ പുകഴ്ത്താൻ തുടങ്ങിയ ഒരവസരമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സഹോദരി PhD സംസ്കൃത വ്യാകരണമാണ്. ഒരു മുസ്ലിം വനിത ആ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ അത്ഭുതാവഹമാണ്, വളരെ പ്രശംസനീയമാണ്. എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മൂക്കട കുടുംബത്തിൻ്റെ അംഗസംഖ്യയും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ മിക്കവാറും ആളുകളുമായിട്ടൊക്കെ സൗഹൃദ ബന്ധമുള്ള, സ്നേഹബന്ധമുള്ള, ഒരിക്കൽ നമ്മുടെ കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന ഒരു വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം അവർ. ഇത്തരമൊരു ചടങ്ങിൽ ഇന്നത്തെ ആധുനികമായ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഒരു വെബ്സൈറ്റ് മൂക്കട ഫാമിലിക്ക് വേണ്ടി ആരംഭിക്കാനും മൂക്കട കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ആ കുടുംബത്തെ സംബന്ധിക്കുന്ന ഓരോ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തങ്ങളുടെ കൈവിരൽ സ്പർശത്തിലൂടെ കമ്പ്യൂട്ടറിൽ നിന്നോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയോ ലഭ്യമാകുന്ന രൂപത്തിൽ ഒരു വെബ്സൈറ്റ് നാം രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. പെരുമ്പാവൂരിൽ നിന്നും എംപവർ മീഡിയ ന്യൂസിന് വേണ്ടി ഹരീഷ് പുരുഷോത്തമൻ.